ഹേ ഗൈസ്, അപ്പം ഞായറാഴ്ചയായിട്ട് പുറത്ത് പോയിരിക്കുന്ന മോശമല്ലേ? അപ്പോൾ ഇന്ന് പുറത്ത് ബീച്ചിലും അമ്പലത്തിലൊക്കെ പോകാൻ നിർത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കിച്ചൂട്ടനാണെങ്കിൽ ഫ്രണ്ടിൽ അച്ഛൻ്റെ മടി കയറിയിരുന്ന് കാഴ്ച കാണാൻ തുടങ്ങി കേട്ടോ. അവനും എൻ്റെ കാഴ്ച കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്ലോക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. ഞങ്ങൾ പിന്നെ ഓരോ കുറുക്കുവഴി കയറിയ കേട്ടോ പോയത്. എന്നാലും കുറേ നേരം ബ്ലോക്കിൻ്റെ അകത്ത് കിടന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടെ എത്തി കേട്ടോ. കിച്ചോടിനാണെങ്കിൽ എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമെന്ന് പറഞ്ഞ് പിടിച്ചൊക്കെ ആയിട്ടോ ഇരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഈ കൊത്തുപണിയൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ! ഇപ്പോൾ ഇത് കുറേ കൂടെ ഒക്കെ പണിത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനിപ്പോൾ. ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള അമ്പലം കേട്ടോ, ദേവീക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി തൊഴുതിറങ്ങി കേട്ടോ. പായസം കിട്ടിയ പിന്നെ നമ്മൾ വിടുവോ, അപ്പം തന്നെ കഴിച്ചു. അങ്ങനെ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേയായിട്ട് നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. അമ്പലത്തിൽ വന്ന് തൊഴുതിറങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സമാധാനമാണ്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ വന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഞായറാഴ്ച ഉണ്ട്. എല്ലാവരും ഓരോ കുശലൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുക കേട്ടോ. ഞായറാഴ്ചകളിൽ ഇവിടെ ഇങ്ങനെ പെറ്റ്സിനെ കൊണ്ടുവരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം അവരെ. കുറെ കഴിഞ്ഞൊന്നും പോരണം പോലും കാണില്ല കേട്ടോ. എല്ലാത്തിനും ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പാവങ്ങൾ, അവർക്കും വേണ്ട ഒരു കുടുംബമൊക്കെ അല്ലേ. അങ്ങനെ അടുത്തത് ഞങ്ങൾ ചായക്കട നോക്കിയുള്ള യാത്രയായി. അങ്ങനെ ഞങ്ങൾ നടന്ന് ചായക്കടയുടെ അടുത്തെത്തി കേട്ടോ. നോക്കുമ്പോൾ അതാ കടികൾ നിരത്തി വെച്ചിരിക്കുന്നു. പിന്നെ ഏത് കടി എടുക്കണമെന്നുള്ള സംശയമായി. ഞാനിപ്പോൾ ഒരു ഏത്തക്കപ്പം എടുത്തു കേട്ടോ. അത് അവൻ കുഞ്ഞിന് വെച്ചിട്ട് കൊടുക്കാം, അവനതൊക്കെയല്ലേ കഴിക്കാൻ പറ്റൂ. നല്ല ചൂട് കടിയായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോനും കുറച്ച് കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബീച്ചിൽ പോകുന്നതിന് ഉദ്ദേശിച്ചത് ചായയും കടിയും കഴിക്കാനാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കടലിനങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ വന്നപ്പോൾ അതാ 2 കുതിരക്കുട്ടന്മാരവിടെ നിൽക്കുന്നു. ഒക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം നേരെ എൻ്റെ ലക്ഷ്യം പാനിപ്പൂരി കടയിലോട്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ മസാലപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോ കടകളിലും ഓരോ വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് മസാലപ്പൂരിയൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്കാണ് ഇതിനോട് വലിയ താല്പര്യം, ബാക്കിയുള്ളവർക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ടേസ്റ്റ് അറിയാൻ വേണ്ടി കിച്ചൂട്ടിൻ്റെ ശകലം കൊടുത്തു കേട്ടോ. അവനത് കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചു. പിന്നെയും താ അമ്മയെന്ന് പറഞ്ഞ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം കടലിന് അങ്ങോട്ട് പോകുമ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇരുന്നിടത്തെല്ലാം ഇപ്പോൾ കടൽ കയറി. തിരുവനന്തപുരത്തോട് കാര്യമായിട്ട് മഴ പെയ്തില്ലെങ്കിലും ബാക്കിയുള്ളടത്തെല്ലാം മഴ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പയ്യെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ചും കൊണ്ട് വന്നപ്പോഴത്തേക്കും മമ്മി ചെടിച്ചട്ടി മേടിക്കാൻ കയറി കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ നല്ല ലാഭമുണ്ട് കേട്ടോ. ഞാനും അതിൻ്റെ അകത്ത് നോക്കി, പക്ഷേ എനിക്ക് പറ്റിയൊന്നും കണ്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ. മമ്മി അങ്ങനെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു. കിച്ചൂടിനപ്പോൾ അവിടെ നിന്ന് എനിക്കൊന്നും ഇല്ല എന്നുള്ള മട്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് പറ്റിയതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊന്നും മേടിച്ചില്ല. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി കേട്ടോ.
അപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സി യു. അപ്പോൾ കിച്ചുവിൻ്റെ വക എല്ലാവർക്കും ടാറ്റ ഉണ്ട് കേട്ടോ. ടാറ്റാ.